രണ്ടാം ദിവസം രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് നാഷണൽ പാർക്കിലോട്ട് പുറപ്പെട്ടു. ഞങ്ങൾ 7 പേരും കൂടെ ഡ്രൈവർ സ്റ്റീഫനുമായിരുന്നു ഗ്രൂപ്പിൽ. മാരയിലെ ജീവജാലങ്ങളെ പറ്റി ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് സ്റ്റീഫൻ പറഞ്ഞു തന്നു. വളരെ അകലെയുള്ള മൃഗങ്ങളെ പോലും പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് മാര റിവർ. ഏതാണ്ട് 395 കിലോമീറ്റർ നീളമുണ്ട് ഈ റിവറിന്. കെനിയയിലെ മാവു എസ്കാപ്മെൻറ്റിൽ നിന്ന് തുടങ്ങി മസായിമാര നാഷണൽ റിസർവിലൂടെയും ടാൻസാനിയയുടെ സെറെംഗെറ്റി നാഷണൽ പാർക്കിലൂടെയും ഒഴുകി അവസാനം ലേക്ക് വിക്ടോറിയയിൽ പോയി ചേരുന്ന നദിയാണിത്. ഇതിൽ നിറയെ ഹിപ്പോസും മുതലകളും ഒക്കെയാണ്. വിൽഡ് ബീസ്റ്റിൻ്റെ ആനുവൽ മൈഗ്രേഷൻ്റെ ക്രോസിംഗ് പോയിൻ്റ് കൂടെയാണിത്. 3 സിംഹങ്ങൾ ചേർന്ന ഒരു വലിയ കാട്ടുപോത്തിനെ ഭക്ഷിക്കുന്ന കാഴ്ചയാണിത്. ഒരു മാനിനെ കൊന്ന് പകുതി കഴിച്ചിട്ട് ബാക്കി മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. ഇത് ഏത് ജീവിയാവും ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ആ മരത്തിന് താഴെയായി ബിഹൈൻഡ് ദ ബുഷസ് ദാ കിടക്കണു ആള്. ഇതാണ് വിൽഡ് ബീസ്റ്റിൻ്റെ ടാൻസാനിയയിലേക്കുള്ള മറ്റൊരു ക്രോസിംഗ് പോയിന്റ്. ഇതിൻ്റെ പേര് സാൻഡ് റിവർ എന്നാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ലഞ്ച് ടൈം ആയിരുന്നു. ആ റിവർ ബാങ്കിനടുത്ത് തന്നെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം സ്റ്റീഫൻ കണ്ടെത്തി. അങ്ങനെ ലഞ്ച് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. രാവിലെ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പാക്ക് ചെയ്തെടുത്തതാണ് ലഞ്ചൊക്കെ. അങ്ങനെ എല്ലാവരും ചേർന്ന് മരത്തണലിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഗ്രിൽഡ് ചിക്കൻ, ബർഗർ, ആപ്പിൾ, യോഗട്ട്, ബനാന, ചിപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ബോക്സിനകത്ത്. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ആനകളുടെ കൂടെ, സിംഹത്തിൻ്റെ കൂടെ ഒക്കെ സെൽഫികളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ടാൻസാനിയ ബോർഡർ കാണാൻ വേണ്ടിയിട്ട് പോയി. ബോർഡറൊക്കെ കണ്ട് തിരിച്ച് 6 മണിയാകുമ്പം ക്യാമ്പിലെത്തി. സോ ഇതാണ് ഞങ്ങളുടെ ടീം ഫോട്ടോ.